നമസ്കാരം. ഏതൊരു സമൂഹത്തിലെയും നേതാക്കളോട് ആ സമൂഹത്തിലെ അംഗങ്ങൾക്ക് വലിയ ബഹുമാനമായിരിക്കും. അതൊരു പരിധി കഴിഞ്ഞാൽ ഒരു വിധേയത്വം തന്നെയായിരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. 1924 അന്തരിച്ച നമുക്കെല്ലാവർക്കും സുപരിചിതനായ ലെനിൻ, അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒരു നൂറ്റാണ്ടായി ലെനിൻ മുസോളിയത്തിൽ ജനങ്ങൾ സൂക്ഷിക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല. റഷ്യയിലെ തന്നെ സൺഗ്രീറ്റ് എന്ന ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ശരീര അവശിഷ്ടത്തിന്റെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 65 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മൃതദേഹം, തൊട്ടടുത്ത് ഒരു പെൺകുട്ടി, അതിനടുത്ത് ഒരാൺകുട്ടി, ഇതിനെ മറവ് ചെയ്തിരിക്കുന്നതാണ്. 28,000 വർഷം മുമ്പ് പഴക്കമുള്ള ഇതിൽ ഓരോ വ്യക്തിക്കും ഏതാണ്ട് 3000-നും 5000-നും ഇടയിൽ മുത്തുകൾ ആഭരണങ്ങളായി അണിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം അന്നില്ല. സ്വാഭാവികമായി ഇത്രയും മുത്തുകൾ മാനിന്റെ കൊമ്പുകളോ ആനയുടെ കൊമ്പോ നഖങ്ങളോ ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇത് അണിയിക്കണമെങ്കിൽ ഈ മരണപ്പെട്ടവർ സ്വാഭാവികമായും ആ സമൂഹത്തിലെ ഉന്നതമായ ഒരു പദവി വഹിച്ചിരുന്നവർ ആയിരിക്കാനാണ് സാധ്യത. ചുവന്ന നിറത്തിലുള്ള മണ്ണ് പ്രത്യേകമായി തീർത്ത് അത് തൊട്ടടുത്തൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് ഇതിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നോ അവർ മടങ്ങി വരുമെന്നോ, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവരെ അണിയിച്ചതാണെന്നോ വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യ തെളിവുകളാണ് സൺഗ്രീറ്റിലെ ഈ അവശിഷ്ടങ്ങൾ. പിൽക്കാലത്ത് പല പ്രദേശങ്ങളിലായി ഉണ്ടായിരുന്നു നിലനിൽക്കുന്ന 10,000-കണക്കിന് മതവിശ്വാസങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാമ്പ് മരണാനന്തര ജീവിതമാണ്. മരണം സംഭവിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ മതങ്ങൾക്ക് തന്നെ എന്തെങ്കിലും താത്വികമായ പ്രസക്തി ഉണ്ടെന്നും കരുതാനാവില്ല. ബുദ്ധമത പ്രകാരം ആഗ്രഹങ്ങൾ അവസാനിക്കുന്നതിന് വരെ പുനർജന്മം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹൈന്ദവ വിശ്വാസത്തിൽ കർമ്മഫലങ്ങൾ അവസാനിക്കുന്നത് വരെ പുനർജന്മം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എബ്രഹാമിക് റിലീജനിൽ ഒരു വിധിന്യായ ദിവസം നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നിത്യമായി ജീവിക്കുന്നതിന് വിധിക്കുന്നത് വരെയും ജീവിച്ച് പുനർജന്മം അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്ക് പോകും. ഈ എല്ലാ വിശ്വാസങ്ങളിലും മരണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മൊമെന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മതവിശ്വാസങ്ങളെ കൂടാതെ തന്നെ ഇന്ന് ലോകത്ത് നിലവിലിരിക്കുന്ന സെക്കുലർ സ്പിരിച്വാലിറ്റി ഇത്തരം മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വയം ആത്മാവ് എന്ന് വിളിക്കുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, എങ്ങനെ അത് തിരിച്ചറിയാം, അതിലൂടെ ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് എങ്ങനെ സഞ്ചരിക്കാമെന്നാണ് സെക്കുലർ സ്പിരിച്വാലിറ്റിയിലെ വിശ്വാസികളും ചിന്തിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലം വരെ മതവിശ്വാസങ്ങളും ശാസ്ത്രവും രണ്ട് വഴിയിലാണ് സഞ്ചരിച്ചിരുന്നത്. രണ്ട് സമാന്തരങ്ങളാണ്. ഒരിക്കലും ഇവരെ സമന്വയിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതേസമയം ഇന്ന് ശാസ്ത്രം
മനുഷ്യനെയോ പ്രപഞ്ചത്തെയോ സംബന്ധിച്ച ഏതൊരു വിഷയത്തെയും പരിശോധിക്കുവാൻ പ്രാപ്തി നേടിയിരിക്കുന്നു. ഒരു ഉദാഹരണമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഹാരിസൺ ടെക്സ്റ്റ് ബുക്ക്, ഇന്റേണൽ മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചാൽ മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. എനിക്കൊന്ന് കഴിഞ്ഞ 2 എഡിഷനായിട്ടാണ് ആദ്യമായിട്ടത് ഉണ്ടായിട്ടുള്ളത്. ഇതിനർത്ഥം ആധുനിക വൈദ്യശാസ്ത്രം സ്പിരിച്വാലിറ്റി അതിൻ്റെ ധാരണകൾ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുവാനല്ല, ജനങ്ങളുടെ വിശ്വാസത്തിലെ സ്പിരിച്വാലിറ്റിയെ ശാസ്ത്രം മനസ്സിലാക്കുവാൻ നടത്തുന്ന ഉദ്യമങ്ങളുടെ ഭാഗമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരണാനന്തര ജീവിതം വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ല. അതിലുപരി മനുഷ്യജീവിതം, സോഷ്യോളജി, ഫിലോസഫി, അങ്ങനെ മറ്റു മേഖലകളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രശ്നത്തിൽ പോലും എങ്ങനെയാണ് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിനും ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. 2008 ടെലിഗ്രാഫ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, സോണി ഗ്രഹാം എന്നൊരാൾ തലയിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം 12 വർഷം മുമ്പ് ഹൃദയം ട്രാൻസ്പ്ലാന്റ് സ്വീകരിച്ച വ്യക്തിയാണ് മറ്റൊരാളിൽ നിന്ന്, ടെറി കോട്ടിൽ എന്നൊരാളിൽ നിന്ന്. ഈ ടെറി കോട്ടിൽ മരണമടയുന്നത് തലയ്ക്ക് വെടിവെച്ചാണ്. ഹൃദയം സ്വീകരിച്ച ശേഷം മരിച്ച ആളിന്റെ ഭാര്യയുമായി അദ്ദേഹം നിരന്തരമായി കത്തുകൾ എഴുതുമായിരുന്നു. ഈ കത്തുകളുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളെ മുൻ പരിചയം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് നേരത്തെ അറിയാം, നമ്മൾ പരിചയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഈ കത്തെഴുത്ത് ഒടുവിൽ അവർ വിവാഹം കഴിച്ച് തുടർ ജീവിതത്തിന് കാരണമാണ്. അപ്പൊ സ്വാഭാവികമായും നേരത്തെ മരിച്ച ആള് അദ്ദേഹത്തിന്റെ ഹൃദയമാണ് മാറ്റിവെച്ചത് എന്നുള്ളത് കൊണ്ട്, കാരണം ഹൃദയം ആത്മാവിന്റെ സ്ഥാനമായി നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഹൃദയംഗമമായ നന്ദി, അത്തരം ഹൃദയസ്പർശി എന്നൊക്കെയുള്ള വാക്കുകൾ ഉണ്ടാകുന്നതിന് കാരണം ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊണോട്ടേഷനാണ്. അപ്പോൾ സ്വാഭാവികമായും മാറ്റിവെച്ച ഹൃദയത്തിൽ മരിച്ചയാളുടെ ആത്മാവ് കുടികൊള്ളുമെന്നും ആ ആത്മാവിന് നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുമെന്നും ഉള്ള ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായത്. ഏതായാലും ആത്മഹത്യ സ്വഭാവമുള്ള ആ ആത്മാവ് ഇദ്ദേഹത്തെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അപ്പൊ അതിന് നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒരാളുടെ ഹൃദയവുമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം, അടുപ്പം, ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ഇത്തരം ചിന്തകൾക്ക് പ്രേരണയാണെന്ന് കണ്ടെത്തുന്നു. അതുമാത്രവുമല്ല, വൃക്കകൾ, നേത്രപടലം, മജ്ജകൾ ഇവയൊന്നും മാറ്റിയിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നതായി കാണാൻ പറ്റുന്നില്ല. ഹൃദയം മാറ്റിവെക്കുന്നവരിലാണ് പ്രധാനമായും ആത്മാവ് പരകായ പ്രവേശനം നടത്തുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ആരുടെ ഹൃദയമാണോ സ്വീകരിച്ചത് എന്ന് മനസ്സിലാകാത്തിടത്തോളം, അങ്ങനെ മനസ്സിലാകാത്തവരിൽ ആരും തന്നെ മറ്റേയാളെ മുൻപരിചയമുള്ളതായിട്ടുള്ള യാതൊരു സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള ആത്മാവിന്റെ പരകായ പ്രവേശത്തെക്കുറിച്ച് ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നിരന്തരമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതാണ്. മരണസമയത്ത് എടുക്കുന്ന ഒരു പ്രത്യേക ഫോട്ടോയിലൂടെ ഒരു രൂപം ഈ മരണപ്പെട്ട ആളിന്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായിട്ട് ഇമേജസ് ഫിലിമിലുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ടു. 1900 ആ ഭാഗങ്ങളിൽ മരണത്തിന് തൊട്ടു മുമ്പും മരണശേഷവും മസ്തിഷ്കത്തിന്റെ ഭാരം അളന്നു നോക്കിയിരുന്നു. അപ്പോൾ ഏതാണ്ട് 21 ഗ്രാം ഭാരം നഷ്ടപ്പെടും.
നേരത്തെ ഹൃദയമാണ് ആത്മാവെന്ന് കരുതിയിരുന്നത്, പിന്നീട് മസ്തിഷ്കമാണ് ആത്മാവെന്ന് കണ്ടെത്തിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഈ മസ്തിഷ്കത്തിലുണ്ടായിരുന്ന ആത്മാവ് പുറത്തു പോയത് അതിൻ്റെ ഭാരമാണ് കുറയുന്നത് എന്നാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നതോടെ ശരീരത്തിലെ രക്തചംക്രമണം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അത് എന്ന് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. കേരളത്തിൽ ചിന്തയും ഇടപെടലും കൊണ്ട് വളരെയധികം പ്രസിദ്ധനായ വ്യക്തിയാണ് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുകയും സ്വപ്നത്തിലോ ഉറക്കത്തിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലോ കാണുന്നതായി മറ്റൊരു മീഡിയത്തിലൂടെ, അതായത് ഡൽഹിയിലുള്ള ഒരാൾ വഴി പരസ്പരം ആശയസംവാദം നടത്തിയതായി ചില തെളിവുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഓർമ്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിലേക്കാണ് പോകുന്നത്. എറിക് കാൻറ്റൽ 2002 നോബൽ പ്രൈസ് കിട്ടിയ ഒരു പോളണ്ടിലെ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അപ്ലീസിയ എന്ന ഒരു ജീവിയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് മെമ്മറി എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. ഷോർട്ട് ടൈം മെമ്മറിയും ലോങ് ടൈം മെമ്മറിയും 2 പ്രോസസ്സിലൂടെയാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം. ലോങ് ടൈം മെമ്മറി സിനാപ്സുകളിൽ ഉണ്ടാകുന്ന പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ചാണ് ഉണ്ടാകുന്നതെന്നാണ്. നമുക്കറിയാം, നിരവധി ദൈവവിശ്വാസികൾ പിന്നീട് നിരീശ്വരവാദിയായി മാറാം. നിരീശ്വരവാദികൾ കടുത്ത ഈശ്വരവിശ്വാസികളായി മാറും. ഇതിനൊക്കെ കാരണമാകുന്നത് മസ്തിഷ്കത്തിന്റെ ഒരു പ്ലാസ്റ്റിസിറ്റിയാണ്. നമുക്ക് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് സിനാപ്സുകളിൽ മോഡിഫിക്കേഷൻ ഉണ്ടാകും. പുതിയ സിനാപ്സുകൾ ഉണ്ടാകും, പഴയ സിനാപ്സുകൾ കുറയും, സിനാപ്സുകളുടെ എണ്ണം കൂടാം. ഉദാഹരണത്തിന്, നമുക്ക് ഇന്ന് ശത്രുവായിരുന്ന ഒരാൾ വലിയ കുത്തും കൊലപാതകവും നടത്തിയിട്ടുണ്ടാകും. 10 വർഷം കഴിയുമ്പോൾ വളരെ സ്നേഹിതന്മാരൊക്കെ നടക്കും. അപ്പോൾ മസ്തിഷ്കം അയാളെ അകറ്റി നിർത്തണം, ശത്രുവാക്കിയിരുന്ന ആ ബോധത്തെ മാറ്റിയെടുക്കുന്നതിന് പുതിയ സിനാപ്റ്റിക് ചേഞ്ചിലൂടെ സാധ്യമാണ്. ഇത് സാധ്യമാകുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ മാത്രമാണ്. മസ്തിഷ്കം പഠിക്കുന്നത്, തയ്യാറെടുക്കുന്നത്, എന്ത് വിവരമാണോ ലഭിക്കുന്നത് അതിലൂടെ മാത്രമാണ്. മസ്തിഷ്കത്തിന് പ്രത്യേകിച്ചായിട്ട് ജന്മന വളരെയധികം സഹജമായിട്ടുള്ള ഓർമ്മകൾ ഒന്നും തന്നെയില്ല. എങ്ങനെ ജീവിക്കണം, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഇയാൾ എന്നെ സഹായിക്കുമോ ചതിക്കുമോ, ഇയാളെ സ്നേഹിക്കാമോ, ഇയാളുമായിട്ടൊരു യാത്ര ചെയ്യാമോ, ഇതൊന്നും ഗണിച്ചെടുക്കുന്നതിനുള്ള ഒരു ശേഷി ആരുടെ മസ്തിഷ്കത്തിനുമില്ല. വളരെ ചുരുങ്ങിയ ആഹാരം കണ്ടെത്തിയാൽ കഴിക്കുക, ഒരു ശത്രുവിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടുക, ഇങ്ങനെ വളരെ കുറച്ച് ഇൻബിൽറ്റ് മെമ്മറികളുമായി മാത്രമാണ് മസ്തിഷ്കം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അപകടകരമായ ഒരു സംഭവം നമുക്ക് ഉണ്ടാകാൻ പോകുന്നതായി മനസ്സിലാക്കിയാൽ ആ അപകടത്തെ നേരിടുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മാറിപ്പോകാൻ വേണ്ടിയാണ് ഓർമ്മകളെ സ്വരൂപിക്കുന്നത്. ഓർമ്മകളെ സ്വരൂപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. അവിടെ അതിജീവനം നടക്കണമെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ആ സമയത്ത് അമിതമായിട്ടുള്ള കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സിനാപ്റ്റിക് ചേഞ്ചസ് വളരെ ദൃഢമാകും. നമ്മൾ തന്നെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായ മുഹൂർത്തങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിന് കാരണം അത്തരം അനുഭവങ്ങൾ അതിജീവനത്തിന് വളരെ നിർണായകമാണ്. ആ സമയത്ത് കോർട്ടിസോൾ റിലീസ് ചെയ്യും. അപ്പോഴുണ്ടാകുന്ന മെമ്മറി, ഉണ്ടാകുന്ന സിനാപ്റ്റിക് ചേഞ്ചസ് വളരെ സോളിഡ് ആയിരിക്കും. അനുഭവത്തിന്റെ സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ ഒരാനയെ കണ്ടു കഴിഞ്ഞാൽ ആന നല്ലവനാണോ മോശമാണോ നിൽക്കാതെ നമ്മൾ ദൂരേക്ക് മാറി നിൽക്കുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്യുന്നതിന് കാരണം മുമ്പുണ്ടായ ഓർമ്മ കാരണമാണ്. ഈ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ തീയിൽ വിരൽ കൊണ്ട് കുത്തുന്നത്. ഒരു തവണ ഓർമ്മ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കില്ല. അപ്പം പിന്നീടും ഈ സിനാപ്സിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എല്ലാ സംഭവങ്ങളെയും അങ്ങനെ ദീർഘകാലത്തേക്ക് നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് പലതരത്തിലുള്ള
ചില ഉപാധികൾ കൂടിയുണ്ട്, അഡ്ജുവൻസ് കൂടിയുണ്ട്. ഉദാഹരണത്തിന് പാവ്ലോവ്സ് തിയറി, മണിയുടെ ബെല്ല് കേൾക്കുമ്പോൾ നായ്ക്ക് സലൈവേഷൻ ഉണ്ടാകും, ആഹാരം കാണണ്ട. മണി ഒരു ക്ലൂ ആയിട്ട് വർക്ക് ചെയ്യും. ഓർമ്മകൾ ശേഖരിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കടലിൽ പോയപ്പോൾ ഒരു വലിയ സുനാമി ഉണ്ടായാൽ ചിലപ്പോൾ കടലിൽ ഉണ്ടായിരുന്ന ഒരു പള്ളി മണി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് എവിടെയെങ്കിലും ഈ പള്ളി മണി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സുനാമിയെ നമുക്ക് ഓർമ്മ വരും. ഇത് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഇതൊരു ഊഹമാണ് പറയുന്നത്. മരണത്തിന്റെ അംശവും അതേ കോശങ്ങളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ലൈസോസോമാണ്. അത് ആ കോശത്തിന് തന്നെ ഇല്ലാതാക്കുന്നു, ആ കോശത്തിന് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ. അതിനെ കണ്ടെത്തിയത് നെതർലാൻഡ്സിലെ ക്രിസ്ത്യൻ ഡേറ്റ്യൂ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തൻ്റെ 94-ാം വയസ്സിൽ മക്കളെയൊക്കെ വിളിച്ചു നിർത്തി, 2 ഡോക്ടർമാരെ വിളിച്ച് മരുന്ന് കുത്തിവെച്ച് ദയാവധം ചെയ്താണ് മരണത്തിന് കീഴടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ഇങ്ങനെ ഒരർത്ഥവുമില്ല, മരണാനന്തര ജീവിതവുമില്ല, ജീവിതവുമില്ലെങ്കിൽ എന്താണ് അർത്ഥം? ഇത് പോൾ കലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് When Breath Turns Air or something. Breath Becomes Air. അദ്ദേഹം 37 വയസ്സിൽ മരിച്ചു. ശ്വാസകോശത്തിലെ ക്യാൻസർ ആയിരുന്നു, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പ് തന്നെ നിരന്തരമായി എഴുതുന്നയാളായിരുന്നു. ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ രോഗബാധയ്ക്ക് ശേഷം കുട്ടികൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഉണ്ടായ പെൺകുട്ടിയാണ് മടിയിലിരിക്കുന്നത്, കാറ്റി. അദ്ദേഹം എഴുതിയത് എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത് കാറ്റിയിലൂടെയാണ് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമുക്കറിയാത്ത, നമുക്ക് അപ്രാപ്യമായ ഈ പ്രപഞ്ചത്തിലെ ഒരു സമാന്തര ലോകത്തിൽ ജീനുകൾ അവരുടെ നിഗൂഢമായ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പൂർണ്ണമായ ആയുസ്സുള്ള, ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിയെ ഉത്പാദിപ്പിക്കാനായിരിക്കാം എന്നാണ് നമുക്കറിയുന്നത്. ജീനിനും അറിയണമെന്നില്ല. പക്ഷെ ജീനിന്റെ ശ്രമത്തിൽ കൂടെ പോലും ഒരു വ്യക്തിക്ക് അതേപടി പോകാൻ നിവർത്തിയില്ല. ഒരു വ്യക്തിയുടെ നേർ ഛായ ഉണ്ടാകുന്നില്ല. അത് പകുതിയായി മറ്റൊരു പകുതിയുമായി ചേർന്ന് പുതിയൊരു ജീവിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പുത്രനായാലും നമ്മുടെ അച്ഛനായാലും ഇവർ തമ്മിൽ യാതൊരു തരത്തിലും പൂർണ്ണമായ സാമ്യം ഉണ്ടാകുന്നില്ല. ഒരാളുടെ മരണം സംഭവിക്കുന്നതോടുകൂടി കോശങ്ങളുടെ ക്രിയാത്മകത അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഇല്ലാതാകുന്നതോടുകൂടി മസ്തിഷ്കവും അതിലെ എല്ലാ കോശങ്ങളും അതിൻ്റെ അടിസ്ഥാന ഇനോർഗാനിക് മോളിക്യൂളുകളായി വിഘടിച്ചു പോകും. നേരത്തെ പറഞ്ഞതുപോലെ മസ്തിഷ്കത്തിൽ ഒരാളായി തുടരുന്നതിന് കാരണം ആ സിനാപ്സുകളാണ്. ആ സിനാപ്സുകൾ ഇല്ലാതായ ആ ആൾ പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതേ ജീവിയെ പുനർനിർമ്മിക്കുവാൻ പ്രപഞ്ചത്തിലെ ഏതൊരു തരത്തിലുള്ള പ്രകൃതി നിയമത്തിനും ഫിസിക്കൽ ലോസിലൂടെയും സാധ്യമല്ല. അതുകൊണ്ട് ആകെ കൽപ്പിക്കാവുന്നത് അപൂർണമായ പകുതിയായ ജീനിലൂടെയുള്ള മനുഷ്യന്റെ യാത്ര മാത്രമാണ്. എത്രയൊക്കെ ഹൃദയഭേദകവും വിചിത്രവുമാണെന്ന് തോന്നിയാലും മരണത്തോടെ ഒരു വ്യക്തി, ഒരു ജീവി പൂർണ്ണമായി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന സത്യം. താങ്ക് യു, മെഡെക്സ് ആൻഡ് ഐ.